ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈം. ഇത് നമ്മൾ അടിപൊളി ഒരു ബണ്ണ് ഉണ്ടാക്കണം കേട്ടോ. നിങ്ങൾക്ക് മസ്ക ബണ്ണിനോ അതെല്ലാം ബർഗറിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന, എൻ്റെ വീട്ടിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാവുന്ന അടിപൊളി ഒരു ബൺ. അതിനുവേണ്ടി നമ്മൾ 250 ഗ്രാം ഫ്ലോറും അതിൽ 4 ഗ്രാം സോൾട്ട്, 5 ഗ്രാം ഈസ്റ്റ്, 20 ഗ്രാം ഷുഗർ, ഒരു 150 ml വാട്ടർ, ഒരു ബട്ടർ നമ്മൾ 20 ഗ്രാം എടുക്കുന്നത്, കുറച്ച് നമ്മുടെ മിൽക്ക് പൗഡർ, ഇതും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് അടിപൊളി സ്മൂത്ത് ഡോ ഉണ്ടാക്കി വയ്ക്കണം കേട്ടോ. എല്ലാം നമ്മൾ സ്കെയിലിൽ തന്നെ അളന്ന് എടുക്കായിരിക്കും ബെസ്റ്റ്. അല്ല നിങ്ങൾ അതിൽ അളവ് മെഷീൻ സ്പൂൺ ഉണ്ടെങ്കിലും ദാറ്റ്സ് ഫൈൻ. ഡോ നന്നായിട്ട് നീഡ് ചെയ്യാം. നമ്മുടെ ബേക്കറി മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ സ്മൂത്ത് ഡോ ഉണ്ടാക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്മൂത്ത് ഡോ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈക്വൽ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് ബോൾ പിടിച്ച് നമുക്ക് ബേക്ക് ചെയ്യാം. അതിന് വേണ്ടി നമ്മുടെ സ്മൂത്ത് ഡോ റെഡിയാണ്. ഒന്ന് ഫെർമെൻ്റ് ആയ ഭാഗം വയ്ക്കാം. നമ്മളൊരു 15 തൊട്ട് ഒരു 20 മിനിറ്റ് നിങ്ങൾ ഒന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് കവർ ചെയ്ത് വയ്ക്കുക. എപ്പോഴും ഡോ ഒന്ന് കവർ ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഇത് വെറ്റ് ക്ലോത്ത് ആണെങ്കിൽ അല്പം നല്ലതാണ്. ഡോ വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈക്വൽ പോർഷനായിട്ട് ഞാൻ 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് പോർഷൻ ഒരു 100 ഗ്രാമാണ്. നമുക്ക് വേണമെങ്കിൽ അപ്രോക്സിമേറ്റ് എടുക്കാം, മെഷർ ചെയ്യണമെന്നില്ല. അപ്രോക്സിമേറ്റ് ഏകദേശം 100 ഗ്രാം വരാവുന്ന രീതിയിൽ നമുക്ക് എടുക്കാവുന്നത്. ഓരോ ബോളും നമ്മൾ മെഷർ ചെയ്ത് വീണ്ടും നല്ല ഷേപ്പാക്കിയിട്ട് വയ്ക്കുക. നല്ല ഷേപ്പാക്കി ഓരോ ബോളുകളാക്കി നമ്മൾ തരംതിരിച്ച് വയ്ക്കുക. ഞാൻ ഏകദേശം 5 ബോൾ, ഒരു ബോൾ മാത്രം നമുക്കൊരു അല്പം കുറവാണ്. 90, 80, 85 ഗ്രാമായിട്ട് കിട്ടണുള്ളൂ കേട്ടോ. നമ്മൾ എഗ് വാഷ് റെഡി ആക്കിയിട്ടുണ്ടാവും. ഇതൊന്ന് ഫെർമെൻ്റ് ആയതിന് ശേഷം നമ്മൾ എഗ് വാഷ് അടിച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ വയ്ക്കാനായിട്ട്. നമ്മൾ ഇങ്ങനെ വെച്ച് നമ്മൾ ഫെർമെൻ്റ് ആവുന്ന വരെ, ഒന്ന് വീർത്ത് വരുന്ന വരെ ബണ്ണ് വയ്ക്കണം. നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. ഫെർമെൻറ്റേഷൻ പൂർണ്ണമായി ഉറപ്പായിട്ടും ഡബിൾ വോളിയായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ പ്രീ ഹീറ്റഡ് ഓവൻ ആയിരിക്കണം. എഗ് വാഷ് അടിച്ച് നമ്മൾ പ്രീ ഹീറ്റഡ് ഓവനിൽ 200 ഡിഗ്രി ചൂടിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ബൺ റെഡിയാണ്. നമ്മുടെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ബേക്ക് ചെയ്ത് ചൂടോടുകൂടി നമ്മൾ ഗ്ലേസ് ചെയ്യുക കേട്ടോ. അതിന് വേണ്ടി നമ്മളൊരു മെൽറ്റഡ് ബട്ടർ അല്പം അപ്ലൈ ചെയ്യാം. നമുക്ക് ബർഗറിന് വേണ്ടി വേണമെങ്കിൽ സെസമി സീഡൊക്കെ ഇട്ട് നമുക്ക് ഗാർണിഷ് കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും സീഡ് ഇട്ട് നമുക്ക് ഉപയോഗിക്കാം. ഫ്ലോർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു റെസിപ്പി. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എൻജോയ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഇതുപോലത്തെ ഉള്ള ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായും കാണുക. എൻജോയ് ദ ലൈഫ്. സജീസ് ഫ്ലവർ ടൈം. ബൈ.